കേരളത്തിന്റെ സ്വന്തം തക്കാളി മുളകിട്ടത്. ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊന്നും ചേർക്കാത്ത സിമ്പിൾ കറി. സിമ്പിൾ ആണെങ്കിലും ഇതിൽ ടേസ്റ്റിൽ ഈവൻ ഭയങ്കരനാണ്. ബാച്ചിലർ ഫ്രണ്ട്ലി കൂടിയായിട്ടുള്ള ഈ കറി ചോറിന്റെയും കഞ്ഞിയുടെയും കൂടെയൊക്കെയാണ് കോമ്പിനേഷൻ ആയിട്ട് പോകുന്നത്. ഒരുപാട് പേര് ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടാവും. ഉണ്ടാക്കുന്നവരായാലും ഇത് ആദ്യമായിട്ട് കാണുന്നവരായാലും ഒരു കമന്റ് ഇടണേ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പുളിയുള്ള മീഡിയം ടു ലാർജ് സൈസിലുള്ള 3 തക്കാളിയാണ്. ഇത് ഏകദേശം അധികം വലുതുമല്ല ചെറുതുമല്ല എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനൊരു മൺചട്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീയിലിരുന്ന് അത് നന്നായി അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി തുടങ്ങിയാൽ അതിലേക്ക് 3-4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മുതൽ 6 സെക്കൻഡ് വരെ ഒന്ന് മാത്രം വഴറ്റി കൊടുക്കാം. മുളകും കറിവേപ്പിലയും ഒന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പുളിയുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത തക്കാളിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് വാളൻ പുളി ചേർത്ത് കൊടുക്കാം. അത്രയും മതി. ഒരുപാട് പുളിയുള്ള കറിയല്ല കേട്ടോ ഇത്. ഒരു മീഡിയം പുളി ആയിരുന്നാലാണ് ഈ കറി നന്നാവുക. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു 3 മിനിറ്റിനുള്ളിലൊക്കെ ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇളക്കി ചേർത്തതിന് ശേഷം ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നാലും അങ്ങോട്ട് വെന്തുടഞ്ഞ് തോലും ദശയും വേറെ വേറെ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 പൊടികൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതി. രണ്ടാമത്തേത് മുളക് പൊടി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. മസാലപ്പൊടികൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ അടച്ചു വെച്ച് വേവിക്കാം. മസാലപ്പൊടികൾ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ട സമയം മാത്രമാണിത്. ഒരു 15 സെക്കൻഡ് ഒക്കെ തന്നെ മതി. അപ്പോഴേക്കും നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു കറി കിട്ടും. ഇനി നമുക്ക് ഈ കറിയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കറിയിലേക്ക് ഇത്രയും എമൗണ്ട് തക്കാളിയുടെ ഗ്രേവിയിലേക്ക് നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന മാക്സിമം വെള്ളം 1 കപ്പാണ് കേട്ടോ. അതിൽ കൂടിപ്പോയാൽ ഇതിന്റെ രുചിയൊക്കെ ആകെപ്പാടെ മാറും. ഇത്രയും ക്വാണ്ടിറ്റി തക്കാളിക്ക് 1 കപ്പ് വെള്ളം മതി. ഇനി അത് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് തിളയ്ക്കാൻ വേണ്ട നേരം കൊടുക്കാം. തുറന്നു വെച്ച് തന്നെ തിളപ്പിക്കാം. ഇതപ്പം കറി തിളച്ചിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ ഉപ്പും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും തൂകിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ആദ്യം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തില്ലേ, പിന്നെയും വെളിച്ചെണ്ണ ആഡ് ചെയ്യണമെന്ന്. പക്ഷേ ഈ രണ്ടാമത്തുള്ള പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യലിൽ അത് ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറൊരു ലെവലാകും. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് കമൻറ്റിൽ പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.